18. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ബേസിക് ഡാറ്റ ടൈപ്സ് നോക്കി. ഈ സെഷനിൽ നമ്മൾ അതിൻ്റെ കുറച്ച് കണ്ടിന്യൂഷൻ ആണ് നോക്കുന്നത്. നമുക്ക് ശരിക്കും നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വേരിയബിളിൻ്റെ നമ്മളൊരു ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ വേരിയബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഈ ടോട്ടൽ സ്കോർ എന്ന് പറയുന്ന വേരിയബിളിന് ഞാൻ 98 എന്ന് പറയുന്ന വാല്യൂ ഞാൻ അസൈൻ ചെയ്യാണ്. ഓക്കെ, പിന്നീട് ഞാൻ വേറെ കുറച്ചെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ഇതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, വേറെ സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്യാണ്. അത് ഞാൻ ഒരു 70 എന്ന് പറയുന്ന വാല്യൂ ഞാൻ അതിൽ സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ ഈ ടോട്ടൽ സ്കോർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ വാല്യൂ ആദ്യം 98 ആണ്, പിന്നെ അതിൻ്റെ വാല്യൂ 70 ആണ്. അപ്പോൾ ശരിക്കും നടക്കുന്നത് പൈത്തൻ്റെ കേസിൽ, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരുപോലല്ല. പൈത്തൻ്റെ കേസിൽ അത് നടക്കുന്നത് എങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നടക്കുക, ആദ്യം ഈ നമ്മൾ 98 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. ഈ ടോട്ടൽ സ്കോർ എന്ന് പറയുന്ന വേരിയബിളിനെ ഈ വേരിയബിളിനോട് പറഞ്ഞു ഇങ്ങനെ ഇതിന് 98 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ സ്കോർ എന്ന് പറയുന്ന വേരിയബിൾ പോയിന്റ് ചെയ്യുന്നത് 98ക്കാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ സ്കോർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 98 എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഈക്വൽ ടു 70 എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് പൈത്തൻ്റെ കേസിൽ ശരിക്കും നടക്കുന്നത് പുതിയൊരു മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുവന്നിട്ട് 70 സ്റ്റോർ ചെയ്യും. പുതിയൊരു മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുവന്നിട്ട് 70 സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ ടോട്ടൽ സ്കോറിനോട് പറയും ഇനി മുതൽ നീ ഇതിലേക്ക് പോയിന്റ് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആദ്യത്തെ പോയിന്റർ ഒഴിവാക്കും, എന്നിട്ട് ഈ പുതിയതിലേക്ക് പോയിന്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ഒഴിവാക്കിയിട്ട് ആണ് പുതിയ വാല്യൂസിലേക്ക് പോയിന്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ടോട്ടൽ സ്കോറിൻ്റെ പുതിയ വാല്യൂ 70 ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ സ്കോർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ ശരിക്കും മാറ്റുന്നില്ല. മെമ്മറിയിൽ 98 മാറ്റിയിട്ട് 70 അല്ല ശരിക്കും ചെയ്യുന്നത് മെമ്മറിയിൽ പുതിയ ലൊക്കേഷനിൽ നമ്മൾ 70 സ്റ്റോർ ചെയ്തിട്ട് ടോട്ടൽ സ്കോർ എന്ന് പറയുന്ന വേരിയബിളിനോട് പറയാണ് ഇനി മുതൽ നീ ഈ മെമ്മറിക്ക് പോയിന്റ് ചെയ്താൽ മതി, ഈ മെമ്മറിയിൽ നിന്നുള്ള വാല്യൂ എടുത്താൽ മതി, അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വാല്യൂവിനെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയാം. ഇപ്പോൾ ഈ 98നെ മാറ്റിയിട്ട് അവിടെ തന്നെ നമ്മൾ 70 കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയാം മ്യൂട്ടേഷൻ എന്നാ പറയാം, മ്യൂട്ടേഷൻ. അപ്പം മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ചെയ്യുക എന്നുള്ള അതിൻ്റെ മീനിങ്, മ്യൂട്ടേഷൻ എന്ന് പറയാം. അപ്പം മ്യൂട്ടബിളും ഉണ്ട്, ഇമ്മ്യൂട്ടബിളും ഉണ്ട്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ഒരേ ലൊക്കേഷൻ തന്നെ പഴയ വാല്യൂ മാറ്റി പുതിയ വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പും ഉണ്ട്. അതേപോലെ ഇമ്മ്യൂട്ടബിൾ ഉണ്ട്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ട പോലെ വാല്യൂ മാറ്റാൻ പറ്റില്ല. പുതിയ വാല്യൂ കൊടുക്കുന്ന സമയത്ത് പുതിയ ലൊക്കേഷനിൽ പുതിയ വാല്യൂ സ്റ്റോർ ചെയ്യും, എന്നിട്ട് വേരിയബിളിനെ ആ പുതിയ ലൊക്കേഷനിലേക്ക് അതിനോട് പോയിന്റ് ചെയ്യാൻ പറയും. ഇപ്പോൾ നമ്മൾ വാല്യൂ എടുക്കുന്ന സമയത്ത് ഡെവലപ്പറെ സംബന്ധിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇന്റേണലി മെമ്മറി ഇങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഡയറക്റ്റ് മാറ്റാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മളിനി കുറച്ചും കൂടെ പൈത്തൺ പഠിച്ചിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും ക്ലാസ്സും എല്ലാം പഠിക്കുന്ന സമയത്ത് അതിൽ വരുന്ന കുറച്ച് സെനാരിയോ ഉണ്ട്. അത് മ്യൂട്ടബിൾ ടൈപ്പ് നമുക്ക് വരും. ഇപ്പം പക്ഷെ നമ്മൾ നോക്കുന്ന ഈ ടൈപ്പുള്ള നമ്പറും ബൂളിയൻ കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത് ഇമ്മ്യൂട്ടബിൾ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഇമ്മ്യൂട്ടബിൾ ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഞാൻ ഏജ് ഈക്വൽ ടു ഞാൻ 18 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പ്രിന്റ്, നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ മെമ്മറിൻ്റെ ആ ഒരു ID നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ID ഓഫ് എന്ന ഒരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ID നമുക്ക് ഇതിൻ്റെ ഐഡന്റിറ്റി കിട്ടും. ആ ഒബ്ജക്റ്റിൻ്റെ പൈത്തണിൽ ശരിക്കും എല്ലാം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എല്ലാം ഒബ്ജക്റ്റാണ്, ഇൻറ്റിജറും ഒബ്ജക്റ്റാണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഒബ്ജക്റ്റാണ്, എല്ലാം ഒബ്ജക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും ഓരോ യൂണീക്ക് ആയിട്ടുള്ള ID ഉണ്ടാവും. ഇവിടെ ആദ്യം 98ന് ഒരു ID ഉണ്ടാവും, 70ക്ക് വേറെ ID ഉണ്ടാവും. ഓരോ ലൊക്കേഷനും യൂണീക്ക് ആയിട്ടുള്ള ഒരു ID കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ID ഓഫ് ഏജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഞാനിതിനെ നമുക്ക് റീഡ് ചെയ്യാൻ പുറത്ത് കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്യുന്ന ആ ID ഓഫ് ഏജ് പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, നമുക്കിവിടെ ഏജും പ്രിന്റ് ചെയ്യാം, ഏജിൻ്റെ ആക്ച്വൽ വാല്യൂം പ്രിന്റ് ചെയ്യാം, അതിൻ്റെ IDയും പ്രിന്റ് ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ വാല്യൂ മാറ്റിയിട്ട് ഏജ് ഈക്വൽ ടു ഞാൻ 37 എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പ്രിന്റ്
ഏജ് കോമ id ഓഫ് ഏജ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും വേണ്ട എന്താണ്, ഇവിടുന്ന് പുതിയ വാല്യൂ പുതിയ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് അങ്ങോട്ട് പോയിന്റ് ചെയ്യാം. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യം 18 അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ id അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ id എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരുന്നു. ഇത് എൻ്റെ ചെയ്യുന്നത് 304 എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ചിട്ടാണ് എൻ്റെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ മാറ്റുന്ന സമയത്ത് 37 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. അതിൻ്റെ id എന്താണ്, 912 എന്ന് പറയുന്ന പുതിയ id ആണ് അതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ പ്രാവശ്യവും നമ്മൾ വാല്യൂ മാറ്റുന്ന സമയത്ത് പഴയ വാല്യൂ മാറ്റി പുതിയ വാല്യൂ കൊടുക്കുകയല്ല, അതിന് പകരം പുതിയൊരു ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് പുതിയ വാല്യൂ സ്റ്റോർ ചെയ്തു, എന്നിട്ട് ഈ ഏജ് എന്ന് പറയുന്ന വേരിയബിളിനോട് ആ പുതിയ ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യാനാണ് പറയുന്നത്. ഇങ്ങനെയാണ് പൈത്തണിൽ നമ്മളത് പൈത്തണിൽ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ, ഇമ്മ്യൂട്ടബിൾ ആണിത്, മാറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുതിയ ലൊക്കേഷൻ എടുത്തു, ആ ലൊക്കേഷനിൽ പുതിയ വാല്യൂ സ്റ്റോർ ചെയ്തു, എന്നിട്ട് ഏജിനോട് അങ്ങോട്ട് പോയിന്റ് ചെയ്യാൻ പറയാണ്. അല്ലാതെ ആദ്യത്തെ ഈ ഐഡിയിലുള്ള ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വാല്യൂ മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്മ്യൂട്ടബിൾ, മാറ്റാൻ പറ്റാത്തത്. ഇനി നമുക്ക് മ്യൂട്ടബിൾ ടൈപ്പ് ഉണ്ട്. മ്യൂട്ടബിൾ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ മാറ്റുന്ന സമയത്ത് id മാറില്ല, സെയിം id തന്നെ ആയിരിക്കും, പുതിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം അത് ഇപ്പം നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പം പൈത്തണിൻ്റെ കേസിൽ ഇപ്പം നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് അറിയുന്നവർക്ക് മനസ്സിലാവും, ക്ലാസ് ഒബ്ജക്റ്റ് എല്ലാം ഉണ്ട്. ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും മ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഓക്കെ, അപ്പം ക്ലാസ്സിൻ്റെ ഒരു വേരിയബിൾ ഉണ്ട്. ഇപ്പം ഞാനൊരു പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കി, അതിനൊരു ഏജ് എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സൺ ഡോട്ട് ഏജ് എന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഓരോ പ്രാവശ്യം മാറ്റുമ്പോഴും പുതിയ മെമ്മറി ലൊക്കേഷൻ അല്ല കിട്ടുക, ഒറ്റ ലൊക്കേഷൻ തന്നെ പുതിയ വാല്യൂ മാറ്റിക്കൊണ്ടിരിക്കലാണ്. അപ്പം അത് ശ്രദ്ധിക്കാം. അപ്പം നോർമൽ വേരിയബിൾസ് എല്ലാം നമുക്ക് ഇമ്മ്യൂട്ടബിൾ ആണ്, ക്ലാസിൻ്റെ ഒബ്ജക്റ്റും അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും മ്യൂട്ടബിൾ ആണ്, മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാനൊരു സ്റ്റുഡൻറ്റ് നെയിം നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിലൊരു വാല്യൂ ഞാൻ ജാഫറിന് അസൈൻ ചെയ്തു, എന്നിട്ട് അതിൻ്റെ id ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നെയിം ഈക്വൽ ടു പിന്നീട് ഞാൻ സുജിത്താക്കി, എന്നിട്ട് അതിൻ്റെ id പ്രിന്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനോട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യം 408 എന്ന് പറയുന്ന ഒരു id ആണ് ഉണ്ടായിരുന്നത്, പിന്നീട് അതിൻ്റെ വാല്യൂ 536 എന്ന് പറഞ്ഞ് എൻ്റെ ചെയ്യുന്ന പുതിയ വാല്യൂ ആയിട്ട് മാറി. അപ്പോൾ ഏത് നമ്മളെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള നമ്പർ ആണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും സ്ട്രിംഗ് ആണെങ്കിലും ബൂളിയൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇമ്മ്യൂട്ടബിൾ ആണ്. ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് പോലത്തതാണ് മ്യൂട്ടബിൾ ടൈപ്പ് വരുന്നുള്ളൂ. അത് പൈത്തണിൻ്റെ പ്രത്യേകതയാണ്, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരുപോലെയല്ല, പൈത്തണിൽ ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മ്യൂട്ടബിൾ എന്താണെന്നുള്ളതും ഇമ്മ്യൂട്ടബിൾ എന്താണെന്നുള്ളതും മനസ്സിലാക്കുക.